കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രതിയായിരുന്നു ശ്രീ പിണറായി വിജയൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം തൻ്റെ സന്തത സഹചാരികളായി മുന്നോട്ടു പോയ ഒരു കൂട്ടം പോലീസ് ഓഫീസർമാരോടും സാധാരണ പോലീസുകാരോടും വളരെ മൃഗീയമായിട്ടുള്ള സമീപനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ പുറത്തു വരികയാണ്. പിണറായി വിജയൻ്റെ സ്വന്തം വീടായ ധർമ്മടം മണ്ഡലത്തിലെ പിണറായിയിൽ, അതായത് പാണ്ഡ്യാലമുക്കിൽ, അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായി 2 SIമാരും 6 പോലീസുകാരും ഉണ്ടായിരുന്നു. 2014 മോഡൽ ഒരു ജീപ്പിലാണ് ഈ 6 പോലീസുകാരും 2 SIമാരും കഴിഞ്ഞ 10 വർഷക്കാലം ജീവിച്ചത്. ഇന്ന് ആ ജീപ്പ് അവിടെ നിന്നും മാറ്റാൻ സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്വമുള്ള സമുന്നത ഉദ്യോഗസ്ഥന്മാർ ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുകയാണ്. പക്ഷേ ആ ജീപ്പ് ഓടിച്ചു മാറ്റാൻ സാധിക്കില്ല. അതിൻ്റെ ബാറ്ററി ഊരിമാറ്റിയിരിക്കുന്നു. 4 ടയറുകളും പഞ്ചറായിരിക്കുന്നു. 4 ഡോറുകളിൽ ഒരു ഡോർ മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒറ്റ മുറി ജീപ്പിലാണ്, അല്ലെങ്കിൽ ഈ ജീപ്പ് സ്റ്റേഷനിലാണ് 6 പോലീസുകാരും 2 SIമാരും കൊടും വെയിലത്തും മഴയത്തും മഞ്ഞിലും ജീവിച്ചത്. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ തൊട്ടടുത്ത വീടുകളെ 10 വർഷക്കാലം അഭയം പ്രാപിച്ചു ഈ പോലീസുകാർ. ത്രിവേണി സൂപ്പർ മാർക്കറ്റ് വന്നതോടുകൂടി സൂപ്പർ മാർക്കറ്റിലെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കേണ്ട ഗതികേടിലേക്ക് ഈ നാടിനെ സുരക്ഷിത പാദങ്ങളിലേക്ക് നയിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു കൂട്ടം പോലീസുകാർ നിർബന്ധിതരായി എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർഷകൻ്റെയും കർഷക തൊഴിലാളികളെയും ഇല്ലാത്തവൻ്റെയും പാടത്ത് പണിയെടുക്കുന്നവൻ്റെയും ഒക്കെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിൻ്റെ നഭോമണ്ഡലത്തിലേക്ക് വളർന്നു വന്ന CPM-ന് 10 വർഷക്കാലം അതിൻ്റെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന ഒരു മനുഷ്യൻ പോലീസുകാരോട് ഇത്രയും മൃഗീയമായ ഒരു പെരുമാറ്റം കാട്ടി എന്നുള്ളത് കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിലെ ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പോലും നാളുകളുടെ ചർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി, അല്ലെങ്കിൽ അജണ്ടയായി ഇത് മാറുക തന്നെ ചെയ്യും. എത്രത്തോളം ക്രൂരനായിരുന്നു പിണറായി വിജയൻ എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഹിറ്റ്ലറും മുസോളിനിയും അലക്സാണ്ടർ ചക്രവർത്തിയും പോലും കാണിക്കാത്തത്ര വലിയ ക്രൂരതയാണ് ജനാധിപത്യം കൊടികുത്തി വാടുന്ന ഈ കേരളത്തിൻ്റെ മണ്ണിൽ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൻ്റെ അധികാര കേന്ദ്രത്തിലേക്ക് പാഞ്ഞെത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയത് എന്ന് പറഞ്ഞാൽ അത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിനെതിരെ കേസ് കൈകാര്യം ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പോലീസുകാരാകുമ്പോൾ സ്വാഭാവികമായും ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടവരാണ്. ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കപ്പെടേണ്ട ഒരു ഘട്ടത്തിലും അവർക്ക് നൽകേണ്ട സാമാന്യപരമായിട്ടുള്ള നീതിബോധമുണ്ട്. അത് നൽകാൻ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ, അതിന് നായകത്വം നൽകിയ ഒരു മുഖ്യമന്ത്രി തന്നെ ഇത്രയും മൃഗീയമായ ഒരു ശൈലി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല. പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയൻ്റെ വീട്ടിൽ മഹാഭൂരിപക്ഷം സമയവും ആളുകൾ താമസമില്ലാത്ത സമയമായിരുന്നു. ആ ഘട്ടങ്ങളിൽ പോലും ആ വീട്ടിലെ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോലും അവസരം നൽകാതെ ഈ ഒരു ഡോർ മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന ജീപ്പ് സ്റ്റേഷനിൽ നരകതുല്യമായ ജീവിതം അനുഭവിക്കേണ്ടി വന്ന പോലീസുകാർ, ആ പോലീസുകാരുടെ മനോവേദനയ്ക്ക് നീതിന്യായ വ്യവസ്ഥതയിലൂടെ മറുപടി പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ നിർവഹിക്കണം. നേരിട്ട് കേസെടുക്കണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ ഈ വിഷയം മുൻനിർത്തി മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിലേക്കും കേരളത്തിലെ കോടതിയുടെ മുമ്പിലേക്കും പാഞ്ഞുപോയി ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് ഉയർത്തണം എന്നാണ് ദ ലീഡറിന് നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ഒരുപക്ഷെ തലങ്ങും വിലങ്ങും കേരളത്തിലൂടെ പാഞ്ഞു പോകുന്ന മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിയെക്കുറിച്ച് വലിയ വാർത്തകൾ പ്രചരിച്ചിരുന്നു. 40 വണ്ടികളുടെ അകമ്പടിയോടുകൂടി കേരളത്തിൽ ഉടനീളം പാഞ്ഞുപോയ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി തലങ്ങും വിലങ്ങും
അദ്ദേഹത്തിന് സുരക്ഷിതത്വം ഒരുക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടീമിനെ കുറിച്ചും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും ഗൺമാൻമാരെ കുറിച്ചും നിരവധി വാർത്തകൾ ഇതിനു മുൻപും നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ MLA ആയി മാറിയിട്ടുള്ള തോമസ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായി തല്ലിച്ചതയ്ക്കുന്ന ഗൺമാൻമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനർത്ഥം പിണറായിയെ പൊന്നുപോലെ സൂക്ഷിക്കാൻ കേരളത്തിലെ ഒരു വലിയ വിഭാഗം പോലീസ് ഫോഴ്സ് തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചുവപ്പ് തുപ്പുന്ന ഒരു മണ്ഡലം, CPMകാരെ അല്ലാതെ മറ്റാരെയും കാണാൻ കഴിയാതിരുന്ന ധർമ്മടത്തെ സ്വന്തം വീട്ടിൽ, ആ വീടിന് മുന്നിൽ പോലീസുകാർക്ക് ഇത്രയും മൃഗീയമായ രീതിയിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നത്. നോക്കൂ, ഒരു ജീപ്പ് 10 വർഷക്കാലം ഒരേ സ്ഥലത്ത് വയ്ക്കുക, ഒരു ദിവസം പോലും അത് സ്റ്റാർട്ട് ചെയ്യാൻ പോലുമുള്ള അധികാരം നൽകാതിരിക്കുക, പ്രധാനപ്പെട്ട പോലീസ് ഫയലുകൾ പോലും ആ വണ്ടിക്കകത്തു മാത്രം സൂക്ഷിക്കുക. ഒരു ടാറ്റാ സുമോ വണ്ടിക്കകത്ത് 6 പോലീസുകാരും 2 SIമാരും രാത്രിയും പകലും മഴയത്തും വെയിലത്തും മഞ്ഞിലും എങ്ങനെ ജീവിച്ചു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഇരുട്ടിൻ്റെ തടവറ തന്നെയായിരുന്നു എന്ന് ഊഹിക്കാൻ നമുക്ക് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തൻ്റെ വീടിന് കാവലിരുന്ന പോലീസുകാരോട് 10 വർഷക്കാലം നടത്തിയത് മൃഗീയമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള പീഡനമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടണം, കോടതി ഈ വിഷയത്തിൽ ഇടപെടണം. തീർച്ചയായും കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് തന്നെ കേരളക്കരയാകെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിച്ച കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പോലീസുകാർ അനുഭവിച്ച മൃഗീയമായ പീഡനത്തെക്കുറിച്ച് നേരിട്ട് വിളിച്ചു വരുത്തി അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് പൊതുമണ്ഡലത്തെ ഓർമ്മിപ്പിക്കാനും പൊതുമണ്ഡലത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് കഴിയണം എന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരുപക്ഷെ ഇത് ഇപ്പോൾ ധർമ്മടത്തു നിന്ന് മാത്രം കേൾക്കുന്ന ഒരു വാർത്തയായിരിക്കും. ഇതുപോലെ പീഡനം അനുഭവിച്ച നിരവധിയായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ 10 വർഷക്കാലത്തിന് ഇടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. അത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് CPM അനുഭാവി സംഘടനകളിൽപ്പെട്ടവരല്ലാത്ത നിരവധി ഉദ്യോഗസ്ഥന്മാരെ ഈ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട്. സ്ഥലം മാറ്റം തുടർച്ചയായി നൽകിയവർ, ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ പോസ്റ്റ് ചെയ്യേണ്ട പല ഉദ്യോഗസ്ഥന്മാരെയും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വേദിയും നൽകാതെ മാറ്റി നിർത്തിയ ഘട്ടങ്ങൾ, അതുപോലെ തന്നെ PRD ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിയത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായും പൊതുമണ്ഡലത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം പുതിയ സർക്കാരിനുണ്ട്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനുണ്ട്. ആഭ്യന്തര വകുപ്പ് ഈ ഒരു വിഷയം ഏറ്റെടുത്ത് ഇതിനകത്ത് അന്വേഷണം ആരംഭിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാം ഉറച്ച വിശ്വാസം.